ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ പോകുന്നത് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ്. അതായത് 2025 ഫെബ്രുവരി 8, 9 തീയതികളിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്ന ഇ അഹമ്മദ് മെമ്മോറിയൽ ഇൻ്റർനാഷണൽ കോൺഫറൻസിലേക്കാണ്. നമ്മുടെ കൂടെ നമ്മുടെ രാമന്തളിയിലെ പുന്നോമന ഷുഹൈബ ടീച്ചറുണ്ട്. അതേപോലെ നമ്മൾ ഷെമീത്ത, കാട്ടൂർ റസീന, നമ്മൾ പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലർ അവരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു തത്രപ്പാടിലാണ്. പിന്നെ നമ്മൾ മുത്ത് ഷെമീത്താവും കൂടി നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തി. അവിടെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കണ്ടു. പിന്നെ അവരോടൊക്കെ സംസാരിച്ചു. എന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെയുള്ള ചുറ്റുപാടുകളൊക്കെ വീക്ഷിച്ചു. ചിലതൊക്കെ വീഡിയോസ് എടുത്തു. പിന്നെ അവരൊക്കെ ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യുന്നതാണ്, അതും വീഡിയോ എടുത്തു. പിന്നെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി, അറിയുന്ന വല്ലവരും ഉണ്ടോ നോക്കി. പലരെയും അറിയാവുന്നതാണ്. പിന്നെ കുറച്ച് സംസാരിച്ചു. അതിന് ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറേണ്ട സമയം എത്തി. അങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടായത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഷുഹൈബ ടീച്ചർ കടന്നുപോയി. അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ അധികം ആരോ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ പോയത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട ബുക്സ് പൈസ കൊടുത്ത് വാങ്ങാം. പലതരം ബുക്സുകളും ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ബുക്സൊക്കെ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, അസീന. നമ്മുടെ മുനിസിപ്പൽ കൗൺസിലറാണ്. അപ്പോൾ ഞാനിങ്ങനെ ബുക്സ് ഓരോന്നെടുത്ത് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇത് കാണുമ്പോൾ ഉണ്ടല്ലേ, എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം പുസ്തകങ്ങളാണ്. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി. പുസ്തകങ്ങൾ ഏത് നോക്കണം, ഏത് വാങ്ങണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി കുറേ നേരം അവിടെ തന്നെ ഉണ്ടായത്. അതങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, പിന്നെ ഓരോന്ന് വീഡിയോസ് എടുത്ത് അങ്ങനെ സമയം പോയി. കുറേ നേരം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമല്ലേ. നല്ല പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ തരൂലേ. പലരുടെയും അറിവുകൾ നമ്മളെ മനസ്സിലേക്ക് എത്തൂലേ. നമുക്കൊരുപാട് ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പല പല ഐഡിയാസും വരും. പിന്നെ മഹാന്മാരുടെയൊക്കെ ജീവചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പഴയ തലമുറ എങ്ങനെയായിരുന്നു, എങ്ങനെ ആവണം, എങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെയുള്ള കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അറിവ് എവിടെ കണ്ടാലും അത് ഒപ്പിയെടുക്കണം കേട്ടോ. പിന്നെ അവിടെ വീഡിയോസ് ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്താൽ എനിക്ക് വലിയ പരിചയമില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ചിരിക്കണത് കേട്ടോ. പിന്നെ ഇങ്ങനെ എടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ചെറുതായിട്ട് നമുക്കൊരു ചമ്മലൊക്കെ വരുമല്ലോ. ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെന്താ കാട്ടിക്കൂട്ടുന്നതെന്നായിരിക്കും. സാരില്ല, നമ്മളെ പണി ചെയ്തു. അങ്ങനെ വീണ്ടും പുസ്തകം തന്നെ. ഒരു 3-4 ലൈൻ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം നടക്കുന്ന ദൂരത്തോളം ബുക്സിൻ്റെ നീണ്ട ഒരു നിരയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രയും മതി. ബാക്കി നാളെ. ഓക്കെ.